ഇറാൻ നേവിയുടെ കപ്പലിനെ തീർത്തത് അമേരിക്കയുടെ ടോർപിഡോ ആക്രമണമാണ്. ശരിക്കും ഈ ടോർപിഡോ ആക്രമണത്തിൽ നിന്ന് കപ്പലുകൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ സമയത്താണ് അമേരിക്ക അവസാനമായിട്ട് ഇത് ഉപയോഗിച്ചത്. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടോർപിഡോ ഇന്ത്യക്കുണ്ടോ? അതായത് ഇന്ത്യക്കുണ്ട്, അതിലേക്ക് വരാം. ഈ 1945 ആണ് അമേരിക്ക അവസാനമായിട്ട് ചെയ്തത്. അതെ. പക്ഷെ അതിനുശേഷം പലതും ഈ ഫാക്ലൻഡ് വാറിലും ഒക്കെ ടോർപിഡോ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾ. ഈ അമേരിക്കയുടെ കാര്യമാണ് ജപ്പാനെതിരെ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോ എന്നുള്ളത്. അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെത് മാത്രം ആണ്. ബാക്കി രാജ്യങ്ങൾ പിന്നീടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 1971 യുദ്ധത്തില് നമ്മളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ട് ടോർപിഡോ. അത് ഈ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോ ഈ മറ്റേ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം 4ാമത്തെ തവണ ആണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം ഈ ടോർപിഡോ. അപ്പോൾ നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് ഈ ടോർപിഡോ എന്ന് പറയുന്ന ആയുധം. നാവിക യുദ്ധത്തിലാണ് അത് കൂടുതലും പ്രയോഗിക്കുന്നത്. ആകാശത്ത് നിന്നുമൊക്കെ ടോർപിഡോ, വിമാനത്തിൽ നിന്നുമൊക്കെ പ്രയോഗിക്കാം. നാവിക യുദ്ധത്തിൽ മാരകമായ ആയുധമാണ് ഈ ടോർപിഡോ. മാർക്ക് 48 ആ ടോർപിഡോ ആണ് ഇപ്പോൾ ഉപയോഗിച്ചത്, ഈ ശ്രീലങ്കയിൽ ഉപയോഗിച്ചത്. അത് ആധുനിക ടോർപിഡോ ആണ്. അത് ഹെവി വെയ്റ്റ് വയർ ഗൈഡഡ് ടോർപിഡോ ആണ്. വയർ ഗൈഡഡ് ടോർപിഡോ ആണ് എന്ന് പറഞ്ഞാൽ മാനുവൽ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല, വെറുതെ കൊണ്ടിടുന്നതല്ല, വയർ ഗൈഡഡ് ആയിട്ടുള്ള ടോർപിഡോ ആണ് ഉപയോഗിച്ചത്. 1960കളിലാണ് ഇത് ഈ തരം ടോർപിഡോകൾ നിലവിൽ വരുന്നത്. അന്തർവാഹിനികൾക്കും കപ്പലുകൾക്കുമെതിരെ ആണ് പൊതുവെ ടോർപിഡോ ഉപയോഗിച്ച് വരുന്നത്. ഇത് ട്രാക്ക് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഇപ്പം കടലിൻ്റെ അടിയിൽ നിന്നൊക്കെ ആയതുകൊണ്ട് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിൻ്റെ അകത്തില്ല. വൻ നാശം വിതയ്ക്കുകയും ചെയ്യും. രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക 1000-ഓളം കച്ചവട കപ്പലുകളും യുദ്ധക്കപ്പലുകളും ജപ്പാൻ്റെ 1000-ഓളം ജപ്പാൻ്റെ കപ്പലുകൾ ടോർപിഡോ പ്രയോഗിച്ച് തന്നെ തകർത്തിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് ടോർപിഡോയുടെ ഉപയോഗം കുറഞ്ഞു വന്നു. കുറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മിസൈൽ രംഗത്ത് വന്നു. മിസൈൽ രംഗത്ത് വന്നപ്പോൾ ഈ ടോർപിഡോ പ്രയോഗിക്കുന്നത് വളരെ അപൂർവമായി. അപ്പോൾ അപൂർവമായ ഒരു ആക്രമണമാണ് ഈ യുദ്ധത്തിൽ നടന്നിരിക്കുന്നത്. ജലത്തിൻ്റെ അടിയിൽ പ്രയോഗിക്കാം, മുകളിലും പ്രയോഗിക്കാം. ഇത് ടാർഗറ്റിൽ ചെന്ന് മുട്ടിയിട്ട് പൊട്ടുന്നതുണ്ട്, അടുത്ത് ചെന്ന് പൊട്ടുന്നതും. അങ്ങനെയുണ്ട് ടോർപിഡോ 2 തരത്തിൽ. വിമാനത്തിൽ നിന്ന് ഇടാം. ഇത് ആധുനിക ടോർപിഡോ കനമുള്ളതുണ്ട്, കനം കുറഞ്ഞതുമുണ്ട്. വിമാനത്തിൽ നിന്നിടുന്നതൊക്കെ കനം കുറഞ്ഞ ടോർപിഡോ ആണ്. അപ്പോൾ വിമാനത്തിൽ നിന്നുപയോഗിക്കുന്നത്, കപ്പലുകളിൽ നിന്നുപയോഗിക്കുന്നതൊക്കെ കനം കുറഞ്ഞതാണ്. വലിയ കപ്പലുകളിൽ നിന്നും ഈ അന്തർവാഹിനികളിൽ നിന്നും പ്രയോഗിക്കുന്ന ടോർപിഡോകൾ കനം കൂടിയതാണ്. അപ്പോൾ ഇത് വയർ ഗൈഡഡ് ആകാം, അല്ലാതെ മാനുവലി ചെയ്യുന്നതും ആകാം. റേഡിയോ ഗൈഡഡ് ആകാം, എന്ന് പറഞ്ഞാൽ സോണാർ എന്ന് പറയും, സോണാർ ഗൈഡഡും ആകാം. 19ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ഓസ്ട്രോ ഹംഗറി സാമ്രാജ്യം ആണ് ആദ്യമായിട്ട് ടോർപിഡോ ഉണ്ടാക്കി പ്രയോഗിച്ചത്. 1ാം ലോക യുദ്ധത്തിൽ ജർമ്മനി ബോട്ടുകളിൽ നിന്ന് ടോർപിഡോ, അന്ന് ബോട്ട് എന്ന് പറയുന്നത് അന്തർവാഹിനി തന്നെയാണ്. ജർമ്മനിയുടെ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ആദ്യകാല അന്തർവാഹിനിയാണ് ബോട്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ജർമ്മനി ടോർപിഡോകൾ ഉപയോഗിച്ചിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കച്ചവട കപ്പലുകളെ തകർക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. 2ാം ലോക യുദ്ധത്തിലാണ് ടോർപിഡോയുടെ ഉപയോഗം ഉച്ചഘട്ടത്തിൽ, മൂർധന്യത്തിൽ എത്തിയത്. അപ്പോൾ അത് ജർമ്മൻ ടോർപിഡോകൾ 2561 കപ്പലുകളെ 2ാം ലോക യുദ്ധത്തിൽ തകർത്തിട്ടുണ്ട്. ജപ്പാൻ വിമാനത്തിൽ ഈ ടോർപിഡോകൾ
കൊണ്ടുപോയിട്ടുണ്ട്. 1941 പേൾ ഹാർബർ ആക്രമണം ഉണ്ടായല്ലോ, വഴിത്തിരിവ്, രണ്ടാം ലോക യുദ്ധത്തിലെ. അത് വിമാനത്തിൽ കൊണ്ടുപോയി ടോർപിഡോകൾ പ്രയോഗിച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് ജപ്പാനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് സഖ്യശക്തികൾ തീരുമാനിക്കുന്നത്. അത് അമേരിക്ക 1314 ജപ്പാൻ കപ്പലുകളെ തകർത്തു രണ്ടാം ലോകയുദ്ധത്തിൽ. അപ്പോൾ ആധുനിക ലോകത്ത് ഇത് വലിയ ഉപയോഗം ടോർപിഡോകൾക്കില്ല എന്നാണ് കരുതുന്നത്. അങ്ങനെ കൊള്ളാവുന്നൊരു ആയുധമായിട്ട് കരുതുന്നില്ല. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അതുകൊണ്ടാണ് 4 തവണ മാത്രം ടോർപിഡോ പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം 4 തവണ. അത് ഇന്ത്യയുടെ INS ഖുക്രിയെ 1971 ജപ്പാന്റെ PNS ഹങ്കോർ ഇങ്ങനെ ടോർപിഡോ ഉപയോഗിച്ച് തകർത്തു INS ഖുക്രിയെ. നമ്മൾ ഈ INS ഘാസിയെ പാകിസ്ഥാന്റെ 1971 ഡിസംബർ 4 INS രജ്പുത് ടോർപിഡോ പ്രയോഗിച്ചാണ് മുക്കിയത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒന്ന് ഇങ്ങോട്ട്, ഇന്ത്യ ഒന്ന് അങ്ങോട്ട്. 1971 യുദ്ധത്തിൽ 2 തവണ ടോർപിഡോ പ്രയോഗിക്കപ്പെട്ടു. അർജന്റീനയുടെ യുദ്ധക്കപ്പൽ ജനറൽ ബെൽഗ്രാനോയെ ബ്രിട്ടൻ 1982 ഫാക്ലൻഡ് യുദ്ധത്തിൽ തകർത്തത് ടോർപിഡോ ഉപയോഗിച്ചാണ്. അങ്ങനെ 3. പിന്നെ ആണ് ഇപ്പോൾ ഈ ഐറിസ് ധേന ശ്രീലങ്ക കപ്പലിൻ്റെ കഥ വരുന്നത്. 80 വർഷത്തിൻ്റെ ഇടയ്ക്ക് 4 തവണയെ ടോർപിഡോ പ്രയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉപയോഗം കുറഞ്ഞു വന്നത്. രണ്ടാം ലോക യുദ്ധത്തിൽ 2000-ഓളം ഉപയോഗിച്ചിട്ടുണ്ടാകാം. ചൈനയ്ക്ക് YU-6 എന്ന് പറഞ്ഞ ടോർപിഡോ ഉണ്ട്. ഇറ്റലിക്ക് ബ്ലാക്ക് ഷാർക്ക് എന്ന ടോർപിഡോ ഉണ്ട്. റഷ്യക്ക് ടൈപ്പ് 53 എന്ന് പറഞ്ഞൊരു ടോർപിഡോ ഉണ്ട്. ഇനിയാണല്ലോ ഇന്ത്യക്ക് ടോർപിഡോ ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ വരുണാസ്ത്ര, അതുപോലെ ശയന എന്ന് പറയുന്നതൊക്കെ ഈ ടോർപിഡോയും കൂടി കൂട്ടിച്ചേർത്ത് പ്രയോഗിക്കുന്ന ആയുധങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവ ടോർപിഡോകൾ തന്നെയാണ്. നമ്മുടെ INS സിന്ധുഘോഷ് അന്തർവാഹിനി, അതിൽ റഷ്യൻ നിർമ്മിത ടൈപ്പ് 53 ടോർപിഡോ ആണുള്ളത് അന്തർവാഹിനിയായ സിന്ധുഘോഷിൽ. നമ്മുടെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുണ്ടല്ലോ, ഫ്രാൻസിൽ നിന്ന് വാങ്ങിയത്, അതിൻ്റെ അകത്ത് ഈ ബ്ലാക്ക് ഷാർക്ക് ഇറ്റലിയുടെ അത് ഉണ്ട്. പിന്നെ ഫ്രഞ്ച് F-21 ഉണ്ട്. അതുപോലെ പൊസൈഡൺ ഉണ്ട്, സീഹോക്ക് ഒക്കെ, പൊസൈഡൺ, സീഹോക്ക്, അതിലൊക്കെ മാർക്ക് 54 എന്ന് പറഞ്ഞ ടോർപിഡോ ഉണ്ട്. ഈ സ്മാർട്ട് സിസ്റ്റം, അതായത് സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ടോർപിഡോ, അതാണ് സ്മാർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ടോർപിഡോയുടെ ആധുനിക വേർഷൻ 643 കിലോമീറ്റർ റേഞ്ചുള്ള ടോർപിഡോ. ഇതും ഈ സ്മാർട്ട് സിസ്റ്റം ഇതും ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതായത് സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ്ഡ് ടോർപിഡോ, മിസൈലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ടോർപിഡോ, അതാണ് സ്മാർട്ട് ടോർപിഡോ. ഇതൊക്കെ ഇന്ത്യയുടെ കയ്യിലും ഉണ്ട്. പക്ഷേ അപൂർവമായി മാത്രമേ ഇപ്പോൾ ടോർപിഡോ യുദ്ധരംഗത്ത് ഉപയോഗിക്കാറുള്ളൂ. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം 4 തവണയാണ് ചെയ്തിരിക്കുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ, ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറയുന്ന അതിലാണ് ആ 4-ൽ 2 തവണയും പ്രയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.